ഇനി നമുക്ക് എടുക്കേണ്ടത് ആറാമത്തെ പാഠഭാഗം ഏതാണ്? രാഗസുധാരസ. കുറച്ച് സംഗീത ലോകത്തേക്ക് പോവാം അല്ലേ നമുക്ക്. എല്ലാവരും പാട്ട് പാടുന്നവരൊക്കെ ഉണ്ടോ ഇതിനകത്ത്? പാട്ടുകാരുണ്ടോ? അപ്പോൾ പാട്ടുകാരുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പിക്ചർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആരാണെന്ന് പെട്ടെന്ന് മനസ്സിലാവും അല്ലേ. നമ്മൾ സംഗീതത്തിലെ അല്ലേ ത്യാഗരാജ സ്തുതി, ത്യാഗരാജനെ സ്തുതിക്കുന്ന ത്യാഗരാജ സ്വാമികളെ പറ്റി അറിയാത്തവർ ഉണ്ടാവുമോ? കുറവായിരിക്കും അല്ലേ. അപ്പോൾ സർവേഷാം പ്രാണീനാം ഹൃദയവർജക സമർത്ഥം ഭവതി സംഗീതമിതി സുവിദിതമേവ. എല്ലാ ജീവജാലങ്ങൾക്കും അല്ലേ എന്താണ് സംഗീതത്തില് താല്പര്യമില്ലാത്തവൻ അല്ലേ എന്താണ് മനുഷ്യനാണോ അല്ലെങ്കിൽ മനുഷ്യന്മാരെന്നല്ല ഏത് ജീവജാലങ്ങൾക്കും സംഗീതം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഇഷ്ടമാണ്. ചില സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവൂലേ, ഈ പശുക്കളൊക്കെ നന്നായിട്ട് പാൽ ചുരത്തും മ്യൂസിക് കേട്ടാൽ എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്. ഓരോ ഫാമുകളിലൊക്കെ പശുക്കൾക്ക് വരെ പാട്ടുകൾ കേൾപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം സംഗീതം കേട്ടാൽ നമ്മളെ മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ആവും അല്ലേ. ഒന്ന് ശ്രമിച്ചു നോക്കൂട്ടോ റിലാക്സ് ആവാത്തവർ. പാട്ടൊക്കെ ഇടയ്ക്കൊന്ന് കേൾക്കുക. പഠിക്കുന്നതിന് കൂടെ ജസ്റ്റ് ഒരു പാട്ടൊക്കെ കേട്ടാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഈ പാഠഭാഗത്ത് എന്താണ് ത്യാഗരാജ സ്വാമികളെ അദ്ദേഹത്തിൻ്റെ വൈഭവത്തെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ. സാമജ പരഗമന സാധുഹൃത് സാര സാബ്ജപാല കാലാതീത വിഖ്യാത. ഇതൊക്കെ എന്താണ് ഈ സ്തുതികളാണ് അല്ലേ, സാമജ പരഗമനയൊക്കെ. അപ്പം തഞ്ചാവൂർ ദേശത്താണ് ആരുണ്ടായിരുന്നത്? ത്യാഗരാജ സ്വാമികൾ. അവിടെ ഈശ്വര സേവയാണ് ഏറ്റവും വലിയ സേവ എന്ന് മനസ്സിരുത്തി ദേവാലയങ്ങളിലൊക്കെ ഇരുന്ന് പാട്ടുകൾ പാടി ഈശ്വര ഭജന നടത്തുന്ന ആളായിരുന്നു ആര്? ത്യാഗരാജ സ്വാമികൾ. അദ്ദേഹത്തെക്കുറിച്ചാണ് ഈ പാഠഭാഗത്ത് പറയുന്നത്. ഈ പാഠഭാഗത്ത് തന്നെ അദ്ദേഹം എന്താണ് പണത്തിന് യാതൊരു പ്രാധാന്യവും, ഒരു ജീവിതത്തിൽ പ്രാധാന്യം നമ്മളിപ്പോൾ കൊടുക്കുന്ന എല്ലാവരും പണത്തിൻ്റെ പിന്നാലെയാണല്ലേ ഓടുന്നത്. പണം കിട്ടിയോണ്ട് നമുക്ക് എല്ലാം ആവുമോ? ഇല്ല. പണമുള്ളവർക്കും പ്രയാസങ്ങൾ ഉണ്ടാവാം, ഇല്ലാത്തവർക്കും ഉണ്ടാവാം. പക്ഷെ ത്യാഗരാജ സ്വാമികൾക്ക് പണത്തിനോട് ഒട്ടും ആർത്തി ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് ഈ പാഠഭാഗത്തൂടെ മനസ്സിലാക്കാം. ത്യാഗരാജ സ്വാമികൾ ഭക്ഷണം, അദ്ദേഹം അന്നം കഴിച്ചിരുന്നത് തന്നെ എന്താണ് ആർക്കും വേണ്ടാത്ത, അല്ലെങ്കിൽ ഈ വയലുകളിലും ഒക്കെ നമ്മൾ കൊയ്ത് അവസാനിക്കുന്ന ധാന്യമണികൾ പെറുക്കിയെടുത്തിട്ട് അതിൽ നിന്നായിരുന്നു. അല്ലെങ്കിൽ ഒരു നിയന്ത്രണവും ഇല്ലാത്ത കടകളല്ല, ഇപ്പോൾ അരിമണികളൊക്കെ എന്താണ് പെറുക്കിയെടുത്ത് അന്നം ഉണ്ടാക്കി കഴിക്കാന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അത്രയ്ക്കും പവിത്രമായ, അല്ലെങ്കിൽ നമ്മളെന്നും സ്തുതിക്കാനാവുന്ന, നമ്മളെന്നും നമ്മളെ പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു ആളായിരുന്നു ത്യാഗരാജ സ്വാമികൾ. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കി നോക്കുക. ഭാരതീയാസു ചതുഷ്ഷഷ്ടി കലാസു പ്രഥമ സ്ഥാനം സംഗീതത്തിനാണ് കേട്ടോ. അപ്പം സംഗീതത്തിന് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ട്. അതിൽ എന്താണ് 64 കലകളിൽ ചതുഷ്ഷഷ്ടി കലാസു പ്രഥമ സ്ഥാനം എന്തിനാണ്? സംഗീതത്തിനാണ്. സംഗീതത്തിന് വേറൊരു പേരും പറയുന്നുണ്ട്. എന്താണ്? ഗാന്ധർവ വിദ്യ. എന്താണ് പേര്? ഗാന്ധർവ വിദ്യ. ഈ സംഗീതത്തിൽ നമ്മൾ എന്താണ് കനിഷ്ഠക അധിഷ്ഠിതം സ്ഥാനം, ചെറുവിരലിനെക്കാട്ടും എന്താണ് ഏറ്റവും ഒന്നാം സ്ഥാനം നമ്മൾ എന്തിനാണ് കൊടുത്തിരിക്കുന്നത്? ത്യാഗരാജ സ്വാമികൾക്കാണ്. പിന്നെ ഇതിനകത്ത് ഓരോ രാഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ രാഗങ്ങളിലാണ് ഇത് എഴുതി വെച്ചിരിക്കുന്നത്, അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി വെക്കണം. നിധിജാല സുഖമ കല്യാണി രാഗത്തിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള രാഗങ്ങൾ ഏതൊക്കെയാണ്, അങ്ങനെ അതൊക്കെ ഒന്ന് നോക്കി വെക്കണം കേട്ടോ. പിന്നെ ശരഭോജി, അദ്ദേഹമാണ് ത്യാഗരാജ സ്വാമികളെ എന്താണ് പരീക്ഷിക്കാനല്ല, അദ്ദേഹത്തെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ശരഭോജി എന്ന് പറയുന്ന രാജാവ് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു കീർത്തനം അദ്ദേഹത്തെക്കുറിച്ച് എഴുതാൻ പറഞ്ഞു. അപ്പോൾ ത്യാഗരാജ സ്വാമികൾ ചോദിക്കുന്നതാണ്, എനിക്ക് ഈശ്വര സേവയാണ് ഏറ്റവും പണത്തിനേക്കാളും. അപ്പം അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈശ്വരനെ ഭജിക്കുന്നതാണ് എനിക്ക് ഏറ്റവും പ്രധാനം, ധനാർജനമാണോ ഈശ്വര ഭജനമാണോ ചെയ്യേണ്ടതെന്ന് ചോദിച്ച
ക്വസ്റ്റ്യൻസ് രാജാവിന് തിരിച്ചയക്കുകയാണ് ചെയ്തത്. അപ്പം ഈശ്വര സ്തോത്രമാണ് അല്ലേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ടത്. ഈശ്വര സേവ തന്നെയാണ് അല്ലേ. ഈശ്വര സേവ മേവ അല്ലേ, എല്ലാത്തിനേക്കാട്ടും വലുത് ഈശ്വര സേവ എന്നാണെന്ന്, ഏറ്റവും ശ്രേഷ്ഠമായതെന്നാണ് ത്യാഗരാജസ്വാമികൾ പറഞ്ഞിരിക്കുന്നത്. കേരളത്തിലെ എന്താണ് സംഗീതജ്ഞന്മാരിലെ പ്രധാനിയാണ് ഷഡ്കാല ഗോവിന്ദമാരാർ. അദ്ദേഹത്തെക്കുറിച്ചും ഈ പാഠഭാഗത്ത് പറയുന്നുണ്ട്. ത്യാഗരാജസ്വാമികളെ കാണാൻ വേണ്ടി ഒരു അവസരം ഉണ്ടാവുകയും 6 കാലങ്ങളിൽ പാടുന്നതിനുള്ള അത്രയ്ക്കും മുൻകൂട്ടി കാണാനുള്ള അത്രയും മഹാനായ വ്യക്തിയാണ് ആര്, ത്യാഗരാജസ്വാമികളെന്നും എന്തരോ മഹാനുഭാവലോ എന്ന ശ്രീരാഗത്തിലുള്ള കീർത്തനം അദ്ദേഹം രചിക്കുകയുണ്ടായി. ത്യാഗരാജ പഞ്ചരത്ന കീർത്തനത്തിൽ ഇത് പ്രസിദ്ധവുമാണ് കേട്ടോ. അപ്പം ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കാം നമുക്ക്. സർവേഷാം പ്രാണീനാം ഹൃദയാവർജകം കിം സംഗീതം. എന്താണ്? എല്ലാ പ്രാണികൾക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടത് അല്ലേ എന്താണ്? സംഗീതം. ശിശുർവേത്തി പശുർവേത്തി ഡേഷ് ഭണി. എന്താണ്? രാഗരസം. എന്താണ്? ശിശുക്കൾക്ക് എല്ലാത്തിനും എന്താണ് ഇത്? മനുഷ്യനെന്നോ മൃഗമെന്നോ അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ സംഗീതവും. ചതുഷിഷ്ടി കലാസു ഡേഷ് പ്രഥമസ്ഥാനം കൽപ്പയന്തി. എന്താണ്? സംഗീതത്തിന് പ്രാധാന്യം നൽകുന്നു. 64 കലകളിൽ ഇമ്പോർട്ടൻ്റ് ഏതാണ്? സംഗീതം. ത്യാഗരാജ കേന രാഗേന ഷഡ്കാല ഗോവിന്ദമാരാർ മഹാശയൻ അഭ്യർച്ചയത്. എന്താണ്? ഏത് രാഗത്തിലാണ് തഞ്ചാവൂർ ഈ ത്യാഗരാജസ്വാമികളെ വർണ്ണിച്ചത്? ശ്രീരാഗത്തിലാണ്. ഏതാണ്? എന്തരോ മഹാനുഭാവലു ശ്രീരാഗ കേട്ടോ, അത് ഓർത്ത് വയ്ക്കണേ. സംഗീത വിദ്യയാഹ നാമാന്തരം കിം. സംഗീത വിദ്യ എന്നതിനുള്ള വേറൊരു പേരാണ് എന്ത്? ഗാന്ധർവ വിദ്യ. സംഗീതത്തിന്റെ മറ്റൊരു പേരാണ് എന്ത്? ഗാന്ധർവ വിദ്യ. തഞ്ചാവൂർ ദേശാധിപ കഹ. ആരാണ്? തഞ്ചാവൂരിലെ ദേശാധിപൻ ആരാണ്? ശരഭോജി. അദ്ദേഹമാണ് ആരെക്കുറിച്ച്? ത്യാഗരാജസ്വാമികളോട് ഒരു കീർത്തനം ഉണ്ടാക്കി തരാൻ പറഞ്ഞത്. പക്ഷേ ഈശ്വര സേവയാണ് വലുതെന്ന് തെളിയിച്ചുകൊണ്ട് ഒരു കീർത്തനം എഴുതി കൊടുക്കുകയാണ് ചെയ്തത്. കഹ ത്യാഗരാജസ്യ മൈത്രീം ഇച്ഛതി സ്മ. ത്യാഗരാജസ്വാമികളുമായിട്ട് മൈത്രി സുഹൃത്ത് ബന്ധം ആഗ്രഹിച്ചതും ആരാണ്? ശരഭോജി രാജാവാണ്. പക്ഷേ കൂട്ടുകെട്ടുണ്ടെങ്കിലും കൂടി ആർക്ക്? ത്യാഗരാജസ്വാമികൾക്ക് ഈശ്വര സേവയായിരുന്നു മുഖ്യമായത്. ഗീതം നൃത്തം വാദ്യം ച ഡേഷ് ഭവതി. എന്താണ്? തൗര്യത്രികം. ഗീതം നൃത്തം വാദ്യം ഇതിനെ എന്താണ് പറയുന്നത്? തൗര്യത്രികം. നമ്മൾ ഈ ഇതിൽ തന്നെ നമുക്ക് പ്രത്യേകം അങ്ങനെ ശ്രുതി, രാഗം, കൃതി, കീർത്തനം ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ മക്കള്. അപ്പോൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉഞ്ചവൃത്തി. അപ്പോൾ ഉഞ്ചവൃത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ധാന്യമണികൾ പെറുക്കിയെടുത്ത് വൃത്തി കഴിക്കുന്ന അല്ലേ, നമ്മൾ ഓരോ ദിവസവും അന്നം കഴിക്കുന്ന ആ പ്രവൃത്തിയെയാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. ത്യാഗരാജ കിം കൃത്വ ജീവിതം നിനായ ഉഞ്ചവൃത്തി. അപ്പം അതിനകത്ത് യഥോചിതം യോജേത, നമുക്ക് യോജിപ്പിച്ച് എഴുതാൻ പറ്റുന്നതാണ്. ഉഞ്ചവൃത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവന ഉപായ വിശേഷം അല്ലെ, ജീവിത ഉപാധിയാണ്. തഞ്ചാവൂർ ദേശീയ സംഗീതജ്ഞ കഹ. തഞ്ചാവൂർ ദേശത്തിൻ്റെ സംഗീതജ്ഞൻ ആരാണ്? ത്യാഗരാജ സ്വാമികൾ. തഞ്ചാവൂർ പോയിട്ടുണ്ടോ നിങ്ങൾ? അവിടെ ഒരു പ്രശസ്തമായ തഞ്ചാവൂർ ക്ഷേത്രമുണ്ട് അല്ലേ. തഞ്ചാവൂർ ദേശാധിപ ശരഭോജി. കേരളീയ സംഗീതജ്ഞ. കേരളീയ സംഗീതജ്ഞൻ ആരാണ്? ഈ പാഠഭാഗത്ത് നമ്മളോട് പറഞ്ഞിരുന്നത് ആരെയാണ്? ഷഡ്കാല ഗോവിന്ദമാരാർ. തെലുങ്കു ഭാഷാ നിബന്ധ കീർത്തനമാണ് എന്താണ്? നിധിചാല സുഖമ കേട്ടോ. അത് അതിൽ പറയുന്നുണ്ട്. തെലുങ്കു ഭാഷയിലുള്ള കീർത്തനമാണ് ഇത് നിധിചാല സുഖമ. അപ്പോൾ ഇതൊക്കെ ഒന്ന് പാഠഭാഗത്തൊന്ന് വായിച്ചു നോക്കണേ. ഹിന്ദോള രാഗനിബന്ധ കൃതി. ഹിന്ദോളം സാമജ വരഗമന. ഏതാണ്? ഹിന്ദോളം സാമജ വരഗമന. ഗീതം നൃത്തം വാദ്യം
തൗര്യത്രികം. നേരത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ഗീതം, നൃത്തം, വാദ്യം, ഈ മൂന്നിനെയും കൂടി പറയുന്നതാണ് തൗര്യത്രികം. എന്തരോ മഹാനുഭാവലു ശ്രീരാഗ വിശിഷ്ട ട്ടോ, ഓർത്ത് വയ്ക്കണേ. സംശ്ലിഷ്ട പദാനി വിശ്ലേഷേത. മാതൃകാനുസാരം സംശ്ലിഷ്ട പദാനി വിശ്ലേഷേത. കേയം, കാ അധികം ഇയം കേയം. ലതേയം, ലതാ അധികം ഇയം ലതേയം. സുതേയം, സുധാ അധികം ഇയം സുതേയം. മാതേതി, മാതാ അധികം ഇതം ഇതി മാതേതി. പിതേതി, പിതാ അധികം ഇതി പിതേതി. അപ്പോൾ അങ്ങനെയുള്ള പോർഷൻസ് ഒക്കെ ഒന്ന് നോക്കി നോക്കാം.